കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇന്ന് 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഉല്ലേഖ് NPയും പങ്കെടുക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതഗാഥ എന്ന പ്രത്യേക പരിപാടി ഇന്ന് ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കും. മാനസ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. മാനസ, അങ്ങനെ സംവാദങ്ങളും പ്രത്യേക പരിപാടികളും കലാപരിപാടികളും ഒക്കെയായി അന്താരാഷ്ട്ര പുസ്തകോത്സവം അങ്ങനെ 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അറിവിന്റെ അറിവിന്റെ ഒരു ഉത്സവം തന്നെയാണ് തലസ്ഥാന നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് 4ാം ദിവസത്തിലെ പ്രത്യേക പരിപാടികൾ? തീർച്ചയായും ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ അറിവിൻ്റെ അക്ഷരമുറ്റം തന്നെയാണ് നിയമസഭ അങ്കണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. ഇന്ന് 4ാം ദിനമാണ്. 13 വരെയാണ് പുസ്തകമേള ഇവിടെ നിയമസഭയിൽ വെച്ച് നടക്കുന്നത്. ഒപ്പം തന്നെ പുസ്തകോത്സവം അല്ലെങ്കിൽ പുസ്തകമേള എന്ന് പറയുന്നത് നിയമസഭയിൽ വെച്ച് നടക്കുമ്പോൾ ആളുകൾക്കും അത് ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. കാരണം നിയമസഭയിൽ പൊതുവെ പൊതുജനങ്ങൾക്കൊന്നും തന്നെ വരാൻ പറ്റാത്ത ഇടമാണ്. വളരെ അതീവ സുരക്ഷയും മറ്റ് കാര്യങ്ങളും ഒക്കെയും തന്നെ അതായത് ഉള്ള ഒരു ഇടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുസ്തകമേളയിൽ എല്ലായിടത്തു നിന്നുമുള്ള ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാനും പുസ്തകമേളയിൽ പങ്കെടുക്കാനും ആസ്വദിക്കാനും നിയമസഭ സന്ദർശിക്കാനും ഫോട്ടോ എടുക്കാൻ ഉൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ രാവിലേക്കാൾ ഒരുപാട് ഭംഗി എന്ന് പറയുന്നത് രാത്രിയാണ്. രാത്രി നമുക്കറിയാം ഈ ഇടങ്ങളിലൊക്കെയും തന്നെ ആളുകളുടെ ഒരു അതിപ്രസരം തന്നെയാണ്. നിയമസഭ കാണാനായി എത്തുന്ന ആളുകളുടെയും പുസ്തകമേള. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ പുസ്തകമേളയിൽ പ്രധാനമായും എടുത്തു കാണിക്കേണ്ടത് മലബാറിൻ്റെ കലാരൂപങ്ങളായ തെയ്യം, അതായത് ഓരോ ദിവസവും ഓരോ തെയ്യ രൂപമാണ് ഇവിടെ അരങ്ങേറുന്നത്. അതായത് ഇന്ന് കുട്ടിച്ചാത്തൻ തെയ്യമാണ് ഇവിടെ അരങ്ങേറുന്നത് എന്നതാണ് പരിപാടിയുടെ വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ വിവിധ പാനൽ ചർച്ചകൾ, അതോടൊപ്പം തന്നെ പുസ്തക പ്രകാശനം, പ്രത്യേക പരിപാടികളൊക്കെയും തന്നെ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും സൂചിപ്പിച്ചതാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഉല്ലേഖ് NPയും പങ്കെടുക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതകഥ എന്ന പരിപാടി. അതോടൊപ്പം തന്നെ KM മാണിയുടെ ബജറ്റ് പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകമുണ്ട്. അതിൻ്റെ പുസ്തക പ്രകാശനം ഇന്ന് നടക്കുന്നുണ്ട്. സ്പീക്കർ AN ഷംസീർ, അതോടൊപ്പം തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ, ജോസ് കെ മാണി MP, ഡോക്ടർ N ജയരാജ് തുടങ്ങിയ ആളുകളൊക്കെയും തന്നെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഒപ്പം തന്നെയാണ് പാനൽ ചർച്ച. രാവിലെ 10:30 വേദി 1 ശങ്കരനാരായണൻ തമ്പി ഹാളാണ് വേദി 1. അവിടെ ഈ കാലാവസ്ഥയും അതിജീവനവും ഡോക്ടർ K രാജേന്ദ്രൻ, ഡോക്ടർ അഭിലാഷ് S, ഡോക്ടർ മുഹമ്മദ് ഹാത്ത, മോഡറേറ്റർ അനു ഗോപിനാഥ് ഇവരൊക്കെയും തന്നെ പങ്കെടുക്കുന്ന പാനൽ ചർച്ച ഉണ്ടാകുന്നതായിരിക്കും. ഒപ്പം തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷവും ഇതേപോലെ തന്നെ പുസ്തക പ്രകാശനം, പാനൽ ചർച്ച. അതിൽ ഒന്നാണ് കഥ, കഥാപാത്രം, കഥാകൃത്ത് എന്നിവയിലെ MA ബേബി, അതോടൊപ്പം തന്നെ എബ്രഹാം മാത്യു പങ്കെടുക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത്. ഒപ്പം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ MV ഗോവിന്ദൻ മാസ്റ്ററും പങ്കെടുക്കുന്ന പരിപാടി. അതോടൊപ്പം തന്നെ വേദി 2 പാനൽ ചർച്ചയുണ്ട്. രുചിയുടെ ദേശഭേദങ്ങൾ, ഷെഫ് സുരേഷ് പിള്ള, പഴയിടം മോഹനൻ നമ്പൂതിരി, ഡോക്ടർ ലക്ഷ്മി നായർ, മുഹമ്മദ് അബ്ദുൽ നാഫി, മോഡറേറ്റർ കിഷോർ NK ആയിരിക്കും. ഇവരൊക്കെയും തന്നെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ കലാപരിപാടികൾ സൂചിപ്പിച്ചത്. കലാപരിപാടികളും വൈകിട്ട് 5 മണി മുതലാണ് ആരംഭിക്കുന്നത്. ഇന്ന് മെൻ്റലിസ്റ്റ് ആദിയുടെ ഇൻസോംനിയ എന്ന പരിപാടിയുണ്ട്. ഒപ്പം രാത്രി 7:30 മെഗാ ഷോ ഗൗരി ലക്ഷ്മി മ്യൂസിക്കൽ ഈവനിങ് ഉണ്ടാകും. അതിനുശേഷം രാത്രി 7:30 അതായത് 8 മണിയോടെയാണ് ഈ തെയ്യ കലാരൂപങ്ങൾ നിയമസഭാ കവാടത്തിന് മുൻവശം ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളൊക്കെയും തന്നെ രാവിലെയും വന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ദൃശ്യങ്ങളൊക്കെയും തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പുസ്തക പ്രേമികളുടെ അല്ലെങ്കിൽ അറിവിൻ്റെ അക്ഷരമുറ്റത്തേക്ക് ഒരുപാട് സമയം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ദിവസങ്ങൾ തന്നെയാണ് ഈ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. തലസ്ഥാന നഗരി ഒരു അക്ഷരമുറ്റമായി മാറി എന്ന് തന്നെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെയാണ് 250-ലധികം സ്റ്റാളുകളാണ് ഇവിടെയുള്ളത്. അതിൽ 166-ലധികം ദേശീയ അന്തർദേശീയ പ്രസാധകരുമാണ് മേളയിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായും മാനസ, അതായത് നമുക്കറിയാം ഈ നിയമസഭ എന്നൊക്കെ പറയുമ്പോൾ അവിടെ സംസ്ഥാനത്തെ സുപ്രധാനമായിട്ടുള്ള പല ചർച്ചകളും നടക്കുന്ന ഒരു ഇടമാണ്. ഈ എം എൽ എമാരൊക്കെ ഒത്തുചേരുന്ന ഒരു സ്ഥലം. പക്ഷേ നോക്കൂ, അവിടെ എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് ആ ഒരു ഇടം പ്രയോജനപ്പെടുന്നത്?
അത് AN ഷംസീർ, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ, അദ്ദേഹത്തിന് തോന്നിയ ഒരു ബുദ്ധിയാണ് ഇത്. എങ്ങനെ പൊതുജനങ്ങൾക്ക് ഈ ഇടം ഉപകാരപ്രദമാകും, അതും വായനയിലൂടെ വളർന്നു വരിക എന്നൊരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല മറ്റൊരു ഭാഗത്ത് നോക്കൂ, അവിടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ പൊതുജനങ്ങളെയൊക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതാണ് സർക്കാരിൻ്റെ ഈ പറയുന്ന സർക്കാരിൻ്റെ ഒരു വലിയ നേട്ടം എന്നുള്ളത്. ആ തരത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നേരത്തെ മാനസ പറഞ്ഞതുപോലെ തന്നെ അവിടെ സെൽഫി എടുക്കാൻ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക്, അതായത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നിയമസഭ എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയൊക്കെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കൂ, കുഞ്ഞു കുട്ടികളൊക്കെ അവിടെ ഓടി നടന്ന് ആ മുറ്റത്തൊക്കെ ഓടി നടന്ന് കളിച്ച് നടക്കുന്നു. അതാണ് വേണ്ടത്. എന്താണ് നിയമസഭ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകണം. കുട്ടികൾ മുതൽക്ക് അത് മനസ്സിലാക്കേണ്ടി വരണം. ആ ഒരു ലക്ഷ്യം കൂടി സർക്കാരിനുണ്ട് എന്നുള്ളത് കൂടിയുണ്ട് ഈ ഒരു പുസ്തകോത്സവം അവിടെ സംഘടിപ്പിക്കുമ്പോൾ. മനസ്സാ കേൾക്കാമെങ്കിൽ തീർച്ചയായും ഭദ്ര, കുട്ടികൾക്കായി ഒരു വേദി തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളുടെ കലാപരിപാടികൾ ഉൾപ്പെടെ, അവർക്കായുള്ള ചർച്ചകൾ ഉൾപ്പെടെ, സംവാദ പരിപാടികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെ, അതായത് കുട്ടികൾക്ക് എത്രത്തോളമാണ് അറിവിൻ്റെ ലോകം പകർന്നു കൊടുക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയായിരിക്കണം ഒരുപക്ഷെ കുട്ടികൾക്കായി ഒരു പ്രത്യേക വേദി തന്നെ ഈ പുസ്തക മേളയിൽ ഉൾപ്പെടുത്തിയത്. അതിൽ ഇന്ന് മാജിക് ഷോ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇൻറ്ററാക്റ്റീവ് സെഷൻ ഉണ്ട്. കുന്നിക്കുരുമണികൾ എന്ന പേരിലാണ് ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് പപ്പറ്റ് ഷോ ഉണ്ട്, ഇൻറ്ററാക്റ്റീവ് സെഷൻ, സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അടങ്ങുന്നു. ഇത്തരം രീതിയിൽ, അതായത് കോളേജ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുണ്ട് വൈകിട്ട് 4 മണിക്ക്. ഒപ്പം ക്വിസ് മത്സരം, പൊതുവിഭാഗത്തിൽ ക്വിസ് മത്സരം ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത്രത്തോളം ഉപകാരപ്രദമാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കുട്ടികളെ എത്രത്തോളം ഉൾപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പരിപാടികളും തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് അനുസരിച്ച് തന്നെയാണ് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അതിനായി കുട്ടികൾക്കായി വേറെ ഒരു വേദി, അതായത് പ്രത്യേകം ഒരു വേദി തന്നെ സജ്ജമാക്കിക്കൊണ്ടാണ് പുസ്തകമേള ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ പരിപാടികളൊക്കെയും തന്നെ തുടങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.